ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ലൊരു മുട്ട റെസിപ്പിയാണ്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേഗം തന്നെ നോക്കി വരാം. ഞാനിവിടെ ഒരു 6 മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ക്വാണ്ടിറ്റി അനുസരിച്ച് സാധനങ്ങളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കടുകും ഒപ്പം വറ്റൽമുളകും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിതിൽ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ഉള്ളിയൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം. ഞാൻ ഈ മുട്ടയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയൊക്കെ ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും മുട്ടയുടെ എല്ലാ ഭാഗത്തും നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം ഇത് നമുക്ക് വീണ്ടും ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണിത്. ഞാൻ ഇതിവിടെ ഒരു തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.